നിത്യനായി വാഴും ഏകദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, അബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ. സുഡാപ്പികൾക്കെല്ലാം സത്യത്തിൽ ദൈവം ആരാണ് എന്ന് ദൈവം തെളിയിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സെഖര്യാ പ്രവചനം 11-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം ഞാൻ ഇന്നലെ വായിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്ക് ഇന്നലെ ടൈം കിട്ടിയില്ല ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെബനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക. വാതിലുകളെ നിങ്ങൾ തലകളെ തുറപ്പിൻ, തീത വരുന്നു എന്ന് പറഞ്ഞതുപോലെ പറയുകയാണ്. ലെബനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക. ലെബനോൻ എന്ന് പറയുന്നത് ദേവദാരുക്കളുടെ നാടാണ് ലെബനോൻ. ഈ ലെബനോൻ കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മ കണ്ടിട്ട് സെഖര്യാ പ്രവചനം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം യെരുശലേമിനെ മടക്കിക്കൊടുക്കുകയും വാഗ്ദത്ത ദേശത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറഞ്ഞ് സെഖര്യാവിലൂടെയാണ് ഏറ്റവും അധികം ദൈവം പ്രവചിച്ചിട്ടുള്ളത്. ആ പ്രവചനത്തിന്റെ നിവൃത്തിയായിട്ടാണ് എന്ത് ചെയ്തത് ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. പറയുകയാണ്, ലെബനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക. ലെബനോണിൽ 400ഓളം വീടുകളാണ് ഇന്നലെ ഇസ്രായേൽ ചുട്ടരിച്ചത്. 400ഓളം ഫ്ളാറ്റുകൾ ചുട്ടരിച്ചു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ 400ഓളം ഫ്ളാറ്റുകളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർ ഇസ്രായേലിനെ തകർക്കാനുള്ള മിസൈലുകൾ മുഴുവനും ഓരോ ഫ്ളാറ്റുകളുടെയും ഗ്യാരേജുകളിലും റൂമുകളിലുമാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെയുള്ള ജനങ്ങളെ ബന്ദിയാക്കി, അവിടെയുള്ള ജനങ്ങളെ ഇവന്മാര് ഹിസ്ബുള്ള തീവ്രവാദികൾ അവിടെയുള്ള ജനങ്ങളെ അടിമകളാക്കിക്കൊണ്ട് അതെല്ലാം ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാ രസം. അടുത്ത വാക്യം വായിച്ചു കേൾപ്പിക്കാൻ നിങ്ങളെ. ദേവദാരു വീണും മഹത്തുക്കൾ നശിച്ചും ഇരിക്കിയാൽ സരളവൃക്ഷമേ ഓളിയിടുക. വൃക്ഷങ്ങളെ ഓളിയിടാൻ പറയുക. ദുർഗവമനം വീണിരിക്കിയാൽ ബാഷാനിലെ കരുവേലയങ്ങളെ ഓളിയിടുക എന്നാ പറയുന്നിരിക്കുന്നത്. ഇന്നലെ 15ഓളം ഹമാസ് തീവ്രവാദികളുടെ തലവന്മാരെ ഒറ്റയടിക്ക് ഇസ്രായേൽ കൊന്നുകളഞ്ഞു. ഒറ്റയടിക്ക്. എല്ലാവരും വാർത്തയിലും എല്ലാം അറിഞ്ഞായിരുന്നു ഈ സംഭവം വല്ലതും? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹമാസ് അല്ല, ഹിസ്ബുള്ള തീവ്രവാദികളുടെ തലവന്മാര് 15 പേര് ഒറ്റയടിക്ക് ഒരു ബിൽഡിങ്ങിൽ ഇരുന്നു കൊണ്ട് ഇവന്മാർ കൂടിയിരുന്ന് ചർച്ച നടത്തുകയായിരുന്നു. എങ്ങനെയാണ് നമുക്ക് ഇസ്രായേലിനെ തീർക്കാമെന്നുള്ളതിന്റെ ചർച്ച നടന്നുകൊണ്ടിരുന്ന ബിൽഡിങ്ങിൽ കൊണ്ട് ബോംബിട്ടിട്ട് ഇസ്രായേൽ ഒറ്റയടിക്ക് 15 തലവന്മാരെ തകർത്തു കളഞ്ഞു. ഈ 15 എണ്ണം എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല കേട്ടോ. ഹിസ്ബുള്ളയുടെ സാധാരണ ലൊട്ടിലൊടുക്ക് കേസുകളൊന്നുമില്ല. ലൊട്ടിലൊടുക്ക് കേസുകളുടെയാണ് പേജർ വഴിക്ക് പൊട്ടിത്തെറിച്ച് ചത്തുപോയത് ഈ ലൊട്ടിലൊടുക്ക് കേസുകളൊക്കെ. പക്ഷെ വലിയ വലിയ തലവന്മാരില്ലേ, അവന്റെ മെയിൻ ആളുകൾ ഇപ്പം ആകെ എന്താ പറഞ്ഞ ഹമാസിന്റെ ഉന്നത തലത്തിലിരിക്കുന്നവന്മാർ 1-2 പേരെ ഇനി മിച്ചമുള്ളൂ ഈ ഹിസ്ബുള്ളയിൽ. ബാക്കിയുള്ളതിനെല്ലാം തീർത്തിട്ടുണ്ട് ഇസ്രായേൽ. ഇതിൽ ഒറ്റയടിക്ക് 15 എണ്ണത്തിനെ ഒരു ബിൽഡിങ്ങിനകത്ത് വെച്ച് തന്നെ ഇസ്രായേൽ തീർത്തു കളഞ്ഞു എന്നുള്ള മഹാ സന്തോഷം എല്ലാരും കേട്ടുകൊള്ളുവീൻ. ഇന്നത്തെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഹിസ്ബുള്ളയുടെ 15 തലവന്മാർ ഒറ്റയടിക്ക് ഇന്നലെ ഹൂറികളുടെ അടുത്ത് പോയിട്ടുണ്ട്. ഹൂറികൾക്ക് ആഘോഷ രാവുകളാണ് ഇന്നത്തെ രാവുകൾ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ അതുപോലെ ഇവന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി ഇസ്രായേല് മിസൈലുകൾ കൊണ്ട് ഇസ്രായേൽ തള്ളിയ തീക്കിരയാക്കുക ലെബനോണെ എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് നീയൊക്കെ ചൊറിയാൻ തീർന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മാന്തി പൊളിക്കൂന്ന് വെച്ചാൽ പൊളിച്ചിരിക്കൂടാ, ഞങ്ങൾക്ക് ജീവിക്കണം. ഇസ്രായേലും ഈ ലോകത്തിലുള്ള ഈ ഇസ്രായേലിന് ചുറ്റുമുള്ള ഈ തീവ്രവാദി കുഞ്ഞുങ്ങളും തമ്മിലുള്ള യുദ്ധം എങ്ങനെയാണെന്നറിയാമോ? ഇസ്രായേൽ തന്റെ ജനത്തെ, തന്റെ ആടുകളെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. പക്ഷേ മമ്മദോളി തള്ളാഹുവിന്റെ മമ്മദ് കുഞ്ഞില്ലേ, ഈ മമ്മദ് കുഞ്ഞെന്ന് പറയുന്ന ചത്ത് തൊലഞ്ഞു പോയ സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇവന്മാർ യുദ്ധം ചെയ്യുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. അവിടെയുള്ള ജനങ്ങളെ കുരുതിക്ക് കൊടുത്താലും ഈ ചത്ത് തുലഞ്ഞ് ജൂതസ്ത്രീ വിഷം വെച്ച് കൊടുത്ത് പണ്ടാരമടങ്ങി കുഴിയിൽ പോയ ചെറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവന്മാരെല്ലാം യുദ്ധം ചെയ്യുന്നത്, ഈ ലോകത്ത് മുഴുവൻ യുദ്ധം നടത്തുന്നത്. പക്ഷെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം തന്റെ ജനം ജീവനോടെ ഇരിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ് ഇസ്രായേൽ ജനതയുദ്ധം. അപ്പോൾ ഇന്നലെ തന്നെ ഒറ്റയടിക്ക് 15 ഹിസ്ബുള്ള തീവ്രവാദികളെ, പ്രധാന തലവന്മാരെ ഒറ്റയടിക്ക് ഇസ്രായേൽ തീർത്തു എന്നുള്ളത് ഇസ്രായേൽ മുഴുവനും ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം സന്തോഷം പകരുന്നതാണ്. ഞാൻ വേറൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം.
ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ. ഇടയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിസ്ബുള്ള തീവ്രവാദികളാണ് അവിടുത്തെ ഇന്നത്തെ തലവന്മാർ. അവിടുത്തെ ജനങ്ങളെ മുഴുവനെയും അടിമകളാക്കി വെച്ചുകൊണ്ട് അവിടെയുള്ള ക്രിസ്ത്യാനികളെ മുഴുവനും ജസിയ കൊടുത്ത് കപ്പം കൊടുത്ത് ജീവിക്കുക അവിടുത്തെ ക്രിസ്ത്യാനികൾ മുഴുവനും. അവരെ അടിമയാക്കി വെച്ചുകൊണ്ട് നടത്തുന്ന ഇടയന്മാരെന്ന് പറയുന്നത് ഈ ആരാണ്? ഹിസ്ബുള്ള ഇടയന്മാരാണ്. അപ്പൊ അവരെ കുറിച്ച് പറയുകയാണ്, ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ. കരച്ചിലും മോരിയൊക്കെ കേൾക്കാമല്ലോ നിങ്ങൾക്ക്. അയ്യോ, അവിടുത്തെ മീഡിയ വണ്ണ് തന്നെ കഴിഞ്ഞ ദിവസം ഇരുന്ന് പറഞ്ഞു, കഷ്ടമുണ്ട് അവിടുത്തെ കാര്യം ഓർത്തിട്ട്, വിഷമം തോന്നുന്നു. ഇറാനിൽ ചെന്ന് അവിടുത്തെ പ്രസിഡന്റിന്റെ വസതിയുടെ അടുത്ത് പോയി നിന്ന് ഹമാസ് തലവനെ കൊന്നു കളഞ്ഞു. പിന്നെ പോരാത്തതിന് പേജറുകൾ പൊട്ടിത്തെറിച്ച് എല്ലാണവും ചാകുന്നു എന്നൊക്കെ പറഞ്ഞ് മീഡിയ വണ്ണ് പോലും കരയുന്നത് പോലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ പറയുകയാണ്, മുറിയിടുന്നത് നിങ്ങൾ കേട്ടുവോ എന്ന് പറഞ്ഞ് കർത്താവ് ചോദിക്കുക. എന്നിട്ട് പറയുകയാണ്, യോർദാന്റെ മറ്റു കാട് നശിച്ചിട്ട് ബാലസിംഹങ്ങളുടെ ഗർജനം കേട്ടുവോ. ജോർദാന്റെ മറ്റു ചുറ്റുപ്രദേശങ്ങളെല്ലാം നശിച്ചിട്ട് അവിടെ ബാലസിംഹങ്ങൾ കിടന്ന് കരയുന്ന കരച്ചിലും കൂടി കേൾക്കുന്നുവോ. എന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അറുപ്പാനുള്ള ആടുകളെ മേയ്ക്കുക. കണ്ടു, അവിടെയുള്ള ജനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറുപ്പാനുള്ള ആടുകളാണ്, അല്ലാതെ അവരെ പോറ്റി പുലർത്താനുള്ളവരൊന്നും അല്ല, അറുപ്പാനുള്ളവരാണ്. ഹിസ്ബുള്ള തീവ്രവാദികളുടെ കീഴിലിരിക്കുന്നതും എന്താ പറയുന്നത്, ഹിസ്ബുള്ള തീവ്രവാദികളുടെ കയ്യിലിരിക്കുന്ന ജനവും ഹമാസ് തീവ്രവാദികളുടെ കയ്യിലിരിക്കുന്ന ജനവും എന്ന് പറഞ്ഞത്, ആ ജനത്തെ ഓർത്ത് കരഞ്ഞിട്ട് ഇസ്രായേൽ മോങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അയ്യോ അവരെ രക്ഷിക്കണമല്ലോ, അവർ പാവത്തുങ്ങളാണല്ലോ എന്നൊക്കെ ഇസ്രായേൽ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഇസ്രായേൽ ആടുകൾ ചത്തുപോകും. അപ്പൊ അതുകൊണ്ട് അറുപ്പാനുള്ള ആടുകളെ മേയ്ക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിലെ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറഞ്ഞു. എന്നാ പറഞ്ഞറിയാമോ, നിങ്ങളുടെ വീടുകളിലും ഗ്യാരേജുകളിലും കൊണ്ടുപോയതാണ് ഇവന്മാർ മിസൈലുകൾ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി ഓടുക. ഞങ്ങൾ ഇടുന്ന മിസൈലുകൾ കാരണം നിങ്ങൾ തകർന്ന് നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞു, അവിടെയുള്ള ആടുകൾ അറുപ്പാനുള്ള ആടുകളെ മേയ്ക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ആടുകളോടാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. എന്നിട്ട് അടുത്തതാണ്, അടുപ്പാനുള്ള ആടുകളെ മേയ്ക്കുക, അവയെ മേടിക്കുന്നവർ കുറ്റമെന്നും എണ്ണാതെ അവയെ അറുക്കുന്നു. അവയെ കൊന്നു കളയുന്നതിലൊന്നും വലിയ കുറ്റമൊന്നും ഇല്ല, അതൊക്കെ അറുപ്പാനുള്ള ആടുകളാണ്. നിങ്ങൾ മിസൈലിട്ട് അവിടെ കുറെ എണ്ണം ചത്തുപോയെന്ന് പറഞ്ഞിട്ട് അയ്യോ പാവം ജനത മരിച്ചു പോകുന്നു ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ചത്തുപോകേണ്ടത് തന്നെയാണ്, അതൊന്നും കുറ്റമില്ല. അവയെ മേടിക്കുന്നവർ കുറ്റമെന്ന് എണ്ണാതെ അവയെ അറുക്കുന്നു, അവയെ വിൽക്കുന്നവരോ ഞാൻ ധനമായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നു. അവിടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല. കണ്ടോ, അവരുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല. അപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികള് അവിടെയുള്ള ജനത്തെ വകവെക്കുന്നില്ല. എത്ര കൃത്യമായിട്ടാ ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട്. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഹിസ്ബുള്ള തീവ്രവാദികൾ അവിടുത്തെ ജനത്തെ ആദരിക്കുന്നില്ല, ഹമാസ് തീവ്രവാദികൾ അവിടുത്തെ ജനത്തെ ആദരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ആദരിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് പ്രയോജനം ഇരിക്കുന്നു? എടാ, നിങ്ങൾ അവയെ സൂക്ഷിക്കുന്നത് കൊണ്ട്, ആ ആടുകളെ സൂക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമുണ്ട്? നിങ്ങളുടെ ഇടയെ ആട്ടിൻകുഞ്ഞുങ്ങളെ തിന്നാനും വിഴുങ്ങാനുമുള്ള ചെന്നായ്ക്കളായിട്ട് അവർ വളർന്നു പന്തലിക്കുമെന്നല്ലാണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് സക്കരിയ പ്രവചനത്തിൽ കർത്താവ് നേരത്തെ പറഞ്ഞു വെച്ചു. ലോജിക്കായിട്ട് ചിന്തിച്ചാൽ പോലും ഇത് തന്നെയാണ്. നമ്മുടെ വീടിനെ നശിപ്പിക്കാൻ വരുന്ന, നമ്മളെ കൊന്നുപിടിക്കാൻ വരുന്നവനെ നമ്മൾ കയ്യിൽ കിട്ടിയ വെറുതെ വിടുവോ? എന്റെ പേജി വന്ന് എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ എത്ര കൃത്യമായി ദൈവവചനം 2500 വർഷം, അത് സക്കരിയ പ്രവചനം എഴുതി 3000 വർഷമായി. ഈ 3000 വർഷത്തിന്റെ പഴക്കത്തിൽ പോലും കൃത്യമായി കർത്താവ് പറഞ്ഞിരിക്കുന്നു, അവിടെയുള്ളതിനെയൊന്നും നിങ്ങൾ ആദരിക്കാൻ പോകരുത്. അവിടെയുള്ള ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ആദരിക്കാൻ നടക്കുന്നത്? അവരെ കൊന്നുകളയുകയാ. നിങ്ങൾ അവരെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ ഇനി ദേശനിവാസികളെ ആദരിക്കുകയില്ല, ലെബനോനിലെ ദേശനിവാസികളെ ദൈവം ആദരിക്കാൻ പോണില്ല എന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെ ഓരോരുത്തരെയും അവനവന്റെ കൂട്ടുകാരന്റെ കയ്യിലും അവനവന്റെ രാജാവിന്റെ കയ്യിലും ഏൽപ്പിക്കും. അതുകൊണ്ടാണ് ഹിസ്ബുള്ള തലവന്മാർ എടുത്തു വെച്ചിരുന്നിട്ട് അലക്കുന്ന അവിടെയുള്ള ജനങ്ങളെ. അവർ ദേശത്തെ തകർത്ത് കളയും, അവരുടെ കയ്യിൽ നിന്നും ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ദൈവം തന്റെ വാഗ്ദത്തം എന്താ പറയുന്നത്, എത്ര കൃത്യമായിട്ടാണ് ദൈവം തന്റെ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്ന് ഹിസ്ബുള്ള ലെബനോണിലെ തീവ്രവാദികൾ മുഴുവനും എന്ത് ചെയ്യുകയാണ്?
ലെബനോണിലെ തീവ്രവാദികൾ മുഴുവനും ചത്തൊടുങ്ങി. വളരെ മനോഹരമായ ഒരു വാർത്തയാണ്. ഇന്നലെ വാർത്തകളിൽ വല്ലതും പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. 15 എണ്ണം ഒറ്റയടിക്ക് തീർന്നതിനെ കുറിച്ച് എവിടെയെങ്കിലും വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ ലെബനോണിലെ ഹെസ്ബുള്ള തീവ്രവാദികളുടെ തലവന്മാരെ എല്ലാം ഒറ്റയടിക്ക് ഇസ്രായേൽ തീർത്തു കളഞ്ഞു. പിന്നെ പോരാത്തതിന് അവിടെയും ഇവിടെയൊക്കെ ഉള്ള കുറെ കുട്ടി നേതാക്കന്മാരായിട്ട് വളർന്നു വരുന്നവന്മാരൊക്കെ ഇപ്പം സുണ്ണി പോയും മുന്ന പോയും ചെവി പോയും കണ്ണു പോയും കാത് പോയും എല്ലാം പോയും അടിച്ചു പോയും പേജർ പൊട്ടിത്തെറിച്ചും. ഇപ്പോൾ ഇസ്രായേൽ അതായത് പണ്ട് തൊട്ടേ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ശത്രുപാളയത്തിന്മേൽ ഭീതി അയക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ശത്രുവിന്റെ പാളയത്തിന്മേൽ ദൈവം ഭയങ്കരമായിട്ടൊരു ഭീതി അയച്ചു കൊടുക്കും. അങ്ങനെ ശത്രുപാളയം ഭീതി കൊണ്ട് നിറയുമ്പോൾ അവർ കണ്ടം വഴി അവർ തനിയെ ഓടിക്കൊള്ളും. ഇത് ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇന്ന് ലിബനോണിലാകട്ടെ ഹിസ്ബുള്ള തീവ്രവാദികൾ മീഡിയ വണ്ണ് അടുപ്പൂട്ടി ചർച്ച നടത്തുമ്പോൾ ഇപ്പോൾ ലാപ്ടോപ്പ് പോലും വെക്കാറില്ല. കാരണം എപ്പോഴാണ് ലാപ്ടോപ്പ് പൊട്ടിത്തെറിക്കുന്നതെന്ന് പറഞ്ഞാൽ അറിയത്തില്ലല്ലോ. എനിക്കതല്ല, ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുന്നു, വാഷിംഗ് മെഷീൻ പൊട്ടിത്തെറിക്കുന്നു, TV പൊട്ടിത്തെറിക്കുന്നു, റേഡിയോ പൊട്ടിത്തെറിക്കുന്നു, സോളാർ പാനലുകൾ പൊട്ടിത്തെറിക്കുന്നു. എവിടെയൊക്കെയാ പൊട്ടിത്തെറിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു എത്തും പിടിയും ഇല്ലാതെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക ലെബനോണിനകത്ത്. വേറൊരു ഭാഗത്ത് പോരാത്തതിന് ഇസ്രായേൽ കൊണ്ടുപോയി നല്ല വൃത്തിയാണ് മിസൈൽ ഇട്ട് ചാമ്പി വിടുന്നുണ്ട്. വാർത്തകൾ തിരിച്ചു പറയുമ്പോൾ എന്നാ പറയുന്നതെന്ന് അറിയാമോ? വാർത്തകൾ പറയുന്നത് ഇസ്രായേൽ ജനം ഭീതിയോടിരിക്കുകയാണ്, ഹിസ്ബുള്ള അവിടെ നിന്ന് മിസൈൽ അടിച്ചു. പിന്നെ ഹിസ്ബുള്ള അടിച്ചു വിടുന്ന മിസൈലുകളെല്ലാം ഇസ്രായേൽ കമ്പിത്തിരി മാല പടക്കവുമായിട്ടൊക്കെ ആകാശത്ത് പൊട്ടിത്തെറിച്ച് അത് കണ്ടിരുന്ന് രസിക്കുക. വിജയത്തിന്റെ ആഘോഷമാണ് ഇസ്രായേലിലേക്ക് ഇങ്ങോട്ട് മിസൈൽ അയച്ചാലുള്ള പ്രത്യേകത. അല്ലാതെ ഇസ്രായേലിലോട്ട് ഇങ്ങോട്ട് മിസൈൽ അയച്ചാൽ വിജയാഘോഷം മാത്രമേ പ്രതീക്ഷിക്കാൻ നിർവാഹമുള്ളൂ പ്രിയ സഹോദരങ്ങളെ. അല്ലാതെ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചിട്ട് ഇസ്രായേലിനെ തീർത്ത് കളയാമെന്നുള്ള വ്യാമോഹം അത് ഈ തള്ളാഹുവിനെ വിശ്വസിക്കുകയും തള്ളാഹുവിന്റെ വാക്കെന്തോ സത്യമാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പൊട്ടന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെയും മറ്റ് അറബിക്ക് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിനൊരു വ്യത്യാസമുണ്ട്. ഇസ്രായേൽ തന്റെ ജനത്തെ സംരക്ഷിക്കാനും തന്റെ രാജ്യത്തെ സുരക്ഷിതമാക്കാനും വേണ്ടിയിട്ട് നടത്തുന്ന പോരാട്ടമാണ്. പക്ഷെ മറ്റ് അറബിക്ക് രാജ്യങ്ങൾ നടത്തുന്ന തീവ്രവാദ പോരാട്ടം ആ ജനത്തോടുള്ള ഒറ്റക്കൂറ് ഇവന്മാർക്കില്ല. സ്വന്തം ജനത്തെ ആദരിക്കും. കഴിച്ചോ, കുടിച്ചോ, വസ്ത്രമുണ്ടോ, ഇവറ്റങ്ങൾക്ക് വീടുണ്ടോ, ഉള്ള വീട്ടിനകത്തും കൊണ്ടുപോയി മിസൈലുകൾ കുത്തിക്കേറ്റി വെക്കുകയാ. ഇവന്മാർക്ക് മിസൈൽ സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികള് ഒരു കുഞ്ഞ് കിടന്നുറങ്ങുന്ന റൂമിനകത്താണ് ഇവന്മാര് ടണലുണ്ടാക്കി അകത്തോട്ട് വഴിക്ക് വാതിലെടുത്ത് വെച്ചിട്ട് ഈ 6 പേരെ, അതായത് ഇസ്രായേലിൽ നിന്നും പിടിച്ചോണ്ട് പോയ തടവ് പുള്ളികളെ എല്ലാം കൊണ്ട് പാർപ്പിച്ചിരുന്നത് ആ ടണലിനകത്ത് കൊണ്ടുപോയിട്ടാണ് കുഞ്ഞുങ്ങൾ പാർക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും കവചമാക്കി വെച്ചുകൊണ്ട് ഗർഭിണികളെയും വെച്ചുകൊണ്ട് ഇവിടെ കിടന്ന് കരയാനായിട്ട് കൊടുക്കുക. അയ്യോ കുഞ്ഞുങ്ങളെ ചത്തേ, അയ്യോ ഗർഭിണികളെ കൊന്നേ, കുഞ്ഞുങ്ങളെ ചത്തേ എന്ന് പറഞ്ഞിട്ട് അത് സ്വയം സംരക്ഷിക്കേണ്ടവന്മാർ കൊന്നൊടുക്കാൻ നിൽക്കുമ്പോൾ സ്വർഗത്തിൽ കൂറി കിട്ടുമല്ലോ. കൂറി സ്വർഗത്തിലെ കൂറികളെ കിട്ടുമല്ലോ. വൃത്തികെട്ടവന്മാർ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു ജനത്തെ കുരുതിക്ക് കൊടുത്തിട്ടാണെങ്കിലും മമ്മദ് കുഞ്ഞില്ലേ ആ കാമഭ്രാന്തൻ, അവൻ 72 കൂറിയെ പോയിക്കണമെന്നുള്ള ഒരു വ്യാജ കഥ പഠിപ്പിച്ചിട്ട് ഈ മണ്ടന്മാരായ ജനത്തോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കാട്ടുകഴുതകൾക്ക് അന്നുമില്ല ബുദ്ധി, ഇന്നുമില്ല ബുദ്ധി. ഏതവനെങ്കിലും ബുദ്ധി ഉദിച്ചവന്മാര് ചിന്തിച്ചു തമ്മിലൊന്നെങ്കിലും പറഞ്ഞു കൊടുക്കണടാ നീയൊക്കെ ഒന്ന്. സ്വർഗം എന്ന് പറഞ്ഞാൽ 72 കൂറികൾ നടത്തുന്ന വേശ്യാലയം അല്ലടാ സ്വർഗം എന്നെങ്കിൽ ഇനിയെങ്കിലും ഇവന്മാരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ചാകുവോ? ഭൂമിയിലുള്ളിടത്തോളം സ്വർഗത്തെ പോലെ സമാധാനമായിട്ട് ജീവിക്കേണ്ടതിന് പകരം ഈ ഭൂമിയിൽ തള്ളാഹുവിന് രാജ്യമുണ്ടാക്കണം, തള്ളാഹുവിന്റെ മതം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവനും മതം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാർക്ക് മനസ്സിലാക്കി. ഇനി യുദ്ധത്തിന് പോയും അങ്ങനെ പോയി ഒന്നും മതം ഉണ്ടാക്കാൻ പറ്റത്തില്ലതുകൊണ്ട് പെറ്റുപെരുകുകയാ. പന്നിക്കൂട്ടകൾ പെറ്റുപെരുകുന്നത് പോലെ പെറ്റുപെരുകി അവസാനം ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളെ ന്യൂനപക്ഷമാക്കിക്കൊണ്ട് ഇവന്മാര് ഭൂരിപക്ഷമാകും. എന്നിട്ട് കയറി നിന്ന് അങ്ങ് ആ ജനങ്ങളെ മുഴുവൻ അടിച്ചമർത്തി അവിടുത്തെ ഭരണം മുഴുവനും ഏറ്റെടുത്തിട്ട് അവിടെയുള്ള ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും എല്ലാം എന്ത് ചെയ്യണം? ഇവന്മാർക്ക് ജെസ്സിയ കൊടുത്ത് ജീവിക്കണം, കപ്പം കൊടുത്ത് ജീവിക്കണം. ഈ ഒരു ഗതികേട് അങ്ങ് ഉണ്ടാക്കിയിട്ടിരിക്കുക. എന്തിനാണ് ഈ മാതിരി ഈ വൃത്തികെട്ട? ഇപ്പം ഒരുത്തനും ഇല്ല കരയാനായിട്ട്. ഷേവ് ഗാഷ, ഷേവ് പാലശീന്, ഷേവ് ഹിസ്ബുള്ള പൊളിയാണ്, മാസാണ്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് കമന്റ് ബോക്സിനകത്ത് വന്നിരുന്ന് കമന്റ് ഇടുന്നത് കാണാൻ പറ്റും. ഹൊമോസ് തീ, ഹമാസ് പൊളി, ഹമാസ് മാസ് എന്ന് പറഞ്ഞിട്ട് യാഹിയ സിൻവാറും ചത്തൊടിഞ്ഞു. അതറിഞ്ഞോ നിങ്ങള്? അതും അറിഞ്ഞില്ല അല്ലേ?
യാഹിയ സിൻവാർ ഇസ്രായേല് മഷിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ യാഹിയ സിൻവാർ മരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇസ്രായേല് ഇന്നലത്തെ ഒരു ന്യൂസിൽ പതുക്കെ ചെറുതായിട്ടൊന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. യാഹിയ സിൻവാർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത. സത്യത്തില് ഇനി ഇസ്മായിൽ ഖനയ്യയും തീർന്നു. യാഹിയ സിൻവാറിന് ഇനി ഒരുത്തനുണ്ടല്ലോ, അവന്റെ പേരെന്തുവാ? അയ്യോ, നമ്മുടെ നാട്ടിലെ ഖാലിദ് മഷാൽ, ഇനി അവനും കൂടിയുണ്ട്. ആ ചൊറിയനും കൂടി തീർന്നു കഴിഞ്ഞാൽ ഹമാസ് ഫുള്ളും തീരും. പിന്നെ എല്ലാണോ മാളത്തിനകത്ത് നിന്ന് എണീറ്റ് വരുന്നവന്മാരെല്ലാം വന്നിട്ട് സലാം ഗുലാം ഗുലാം സലാം ഗുലാം ഉമ്മ സൈറ്റടിക്ക് റസാലിനിക്ക് സലാം ഗുലാം എന്ന് പറഞ്ഞ് പറയുമാര് വന്നിരുന്നിട്ട് അങ്ങനെ അവന്മാരെയും തീർത്തു. ഇസ്രായേലെ വിചാരിച്ചാൽ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേലിന്റെ പവർഫുള്ളിനനുസരിച്ച് ഇസ്രായേലിനെ പരിപാലിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നെങ്കിലും ഈ പൊട്ടന്മാർ ഇനിയെങ്കിലും മനസ്സിലാകണ്ടേ? വചനം സത്യമാണ്, ദൈവവചനം നിവർത്തി. ഗാസ നിർജ്ജനമായി തീരുമെന്ന് ദൈവവചനം പറഞ്ഞതുപോലെ ഗാസയെ തരിശുഭൂമിയാക്കിയിട്ടിരിക്കുവല്ലേ ഇസ്രായേല്. ഇത് ഇസ്രായേൽ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, ഞങ്ങൾ ഗാസയെ തരിശുഭൂമിയാക്കി തരുമെന്ന് പറയും. ഇത് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നേ. സെഫന്യാ പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യത്തിനകത്ത്, 2:4 തോന്നുന്നു, സെഫന്യാവ് എഴുതി വെച്ചിട്ടുണ്ട് ഗാസ നിർജ്ജനമാകും എന്ന് പറഞ്ഞിട്ട്. നിർജ്ജനമായില്ലേ? ഗാസയ്ക്കകത്ത് ഇപ്പൊ ജനം ഉണ്ടോ? എവിടെ ജനം? എല്ലാം കൂടി റാഫയ്ക്കകത്ത് പോയി കിടക്കുകയല്ലേ. ഗാസയിൽ എവിടെയായിരിക്കുന്ന ജനം? ദൈവം പറഞ്ഞില്ലേ അവിടെ ഞാൻ നിർജ്ജനമാക്കി തീരുമെന്ന്. പക്ഷെ അരിശുഭൂമിയാക്കി മാറ്റിയില്ലേ ഗാസയെ? ദൈവവചനം എല്ലാം വിശ്വസിക്കുകയാണ്, നടക്കുകയാണ്. ദൈവവചനം പറഞ്ഞതുപോലെ ലെബനോണിലെ ദേവദാരുകൾ തീക്കിരയായി തീരുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ തീമഴ പെയ്തുകൊണ്ടിരിക്കുക ലെബനോൺ മുഴുവനും. ഇസ്രായേൽ മിസൈലിട്ട് തള്ളി അങ്ങ് മറിക്കുക. കാരണം ഇസ്രായേലിന് മുൻകൂട്ടിയേ അത് നശിപ്പിച്ചേ തീരത്തുള്ളൂ, അടങ്ങത്തുള്ളൂ ഇസ്രായേൽ. സൈമൻ അബ്രഹാം, എന്ത് നിനക്ക് ഭ്രാന്താണോടാ? സെഫന്യാവ് 2:4 തോതാമോത്തേക്ക് തോതാ. ഗാസ നിർജ്ജനമാകും, അഷ്കലോൺ ശൂന്യമായി തീരും, അസ്തോദിനെ അവർ മധ്യാഹ്നത്തിൽ നീക്കിക്കളയും, എക്രോന് നിർമ്മൂല നാശം വരും എന്ന് പറഞ്ഞു. അഷ്കലോൺ ശൂന്യമായി തീരുമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ തൊട്ട് താഴെ വരുന്ന ഒരു വാക്യമുണ്ട്, അഷ്കലോണിൽ ഉദയത്തിങ്കൽ ദൈവം മടക്കി കൊണ്ടുവന്ന ഒരു സമാധാനത്തോടുകൂടി അവിടെ കഴിയുമെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഇസ്രായേലിൽ സമാധാനം. അന്ന് അഷ്കലോൺ ശൂന്യമായിരുന്നു, ജനമെല്ലാം ഇല്ലാതിരുന്നു. ഞാൻ ലൈവ് നിങ്ങൾക്ക് ചെയ്തിരുന്നു, അഷ്കലോണിൽ ലൈവ്. അന്ന് നിങ്ങൾ കണ്ടതാണ്, ഒറ്റ മനുഷ്യൻ ആ പരിസരത്തൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? എത്ര ഇതായിട്ടാണ് അന്ന് ഇരുന്നത്. ദൈവം മടക്കി തീർച്ചയായും തിരിച്ചു കൊണ്ടുവന്നില്ലേ? എന്തുവാ, മധ്യാഹ്നത്തിങ്കിൽ ദൈവം അഷ്കലോണിലെ ജനത്തെ സമാധാനത്തോടെ മടക്കിക്കൊണ്ടുവന്ന് അഷ്കലോണിലെ ജനം സമാധാനത്തോടു കൂടി ജീവിക്കുകയാ. അപ്പോൾ ദൈവവചനം പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്, അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. 2:7 തീരപ്രദേശം യഹൂദാ ഗൃഹത്തിന്റെ ശേഷിപ്പിനാകും, അവർ അവിടെ മേയ്ക്കും. അഷ്കലോണിലെ വീടുകൾ അവർ വൈകുന്നേരം കിടന്നുറങ്ങും. കണ്ടോ, അവർ ദൈവത്തിന്റെ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. കണ്ടോ, അഷ്കലോണിൽ അവർ വൈകുന്നേരങ്ങളിൽ കിടന്നുറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ ദൈവം മടക്കി കൊണ്ടുവന്നു. ഇന്ന് ഗാസയിലോ? ഗാസ നിർജ്ജനമായി. പക്ഷെ അഷ്കലോണിൽ ദൈവം നിമ്മി TS നൗ ഐ ആം ഇൻ അഷ്കലോൺ. കണ്ടോ, നിമ്മിൻ അഷ്കലോണിലാണ്. അപ്പോൾ കണ്ടോ ദൈവത്തിന്റെ കരുതൽ കണ്ടോ. അഷ്കലോണിലേക്ക് ദൈവം അവരെ മടക്കി കൊണ്ടുവരും. അഷ്കലോൺ ഒരിക്കൽ ശൂന്യമായി തോന്നിയതാണ്. ഞാനൊരിക്കൽ ലൈവ് ചെയ്തതാണ്. നിങ്ങൾക്കറിയാം, മിസൈലുകളെല്ലാം എൻ്റെ മേളിൽ കൂടിയൊക്കെ പോകുന്ന ഒരു കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക്. അന്നത്തെ സമയത്ത് നിങ്ങൾക്ക് അഷ്കലോണിന്റെ റോഡുകളിലും വീതികളിലും ഇറങ്ങിയാൽ ഒരു ശൂന്യത നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് ജനത്തെ അഷ്കലോണിലേക്ക് ദൈവം മടക്കി കൊണ്ടുവന്ന് സമാധാനത്തോടെ അവർ അഷ്കലോണിൽ താമസിക്കുകയാണ്. ഗാസയിൽ നിന്നും ഇനി ഇങ്ങോട്ട് തൊടുത്തു വിടാനായിട്ട് എന്തോന്നിരിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹമാസ് പോരാളികൾ, ഹമാസ് അങ്ങേ മറ്റേടത്തവന്മാര് കോതായത്തവന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇന്ന് ഹമാസ് ഒന്ന് വിരലനക്കണമെങ്കിൽ പോലും പെടാപ്പാട് പെടുകയാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഇസ്രായേലിൽ ദൈവം കൂടെ ഇരിക്കുന്നതിന്റെ ഗുണമാണ് ഈ കാണുന്നതും ഒക്കെ. അത് മനസ്സിലാക്കാൻ പൊട്ട ജാതിക്ക് മനസ്സിലാകത്തില്ല, ബുദ്ധിയും ബോധവും ഇല്ലാത്തവന്മാർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കരുതലും കൃപയും ഉള്ള ജനം തിരിച്ചറിയും. ഇന്ന് ഇസ്രായേലില് ഞാൻ താമസിക്കുന്ന ഒരു യുദ്ധഭൂമിയാണ്. 4 ചുറ്റും ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്ന ഒരു യുദ്ധഭൂമിക്കകത്ത് ഞാൻ സമാധാനത്തോടും സന്തോഷത്തോടും നൃത്തത്തോടും കൂടി ഞാൻ ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എത്രമാത്രം പ്രൊട്ടക്റ്റബിൾ ആണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ.
നിങ്ങളൊരു വൻ കാട്ടിനകത്ത് കുറ്റാക്കുറ്റി കാട്ടിനകത്ത് പ്രേതാലയങ്ങൾ നിറഞ്ഞും ചുറ്റി നടക്കുന്നിടത്ത് ഒരു ബിൽഡിംഗ് പണിതിട്ട് അവിടെ താമസിക്കണമെങ്കിൽ അത്രത്തോളം സേഫ്റ്റി ഉറപ്പുവരുത്തിയാലല്ലേ അവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ, അല്ല നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? പക്ഷെ ഇവിടുത്തെ സേഫ്റ്റി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല എന്ന് പറയുന്ന എന്റെ പരിചയമായ കൈ, അതായത് അബ്രഹാമേ ഞാൻ നിനക്ക് പരിചയം പലകയുമാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ പരിചയമായ കൈ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് മേളിൽ നിന്നും വലിയ വലിയ ബോംബുകൾ വീഴുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഓ അയൺ ഡോം ഉള്ളത് കൊണ്ടാണ്. ശരിയാണ്, അയൺ ഡോം ആര് കൊടുത്തു? ഈ ബുദ്ധി ഇസ്രായേലിന് അയൺ ഡോം ഉണ്ടാക്കാനുള്ള ബുദ്ധി ആര് കൊടുത്തു? ഇതെന്തേ കാട്ടറബികൾക്ക് കിട്ടാതെ പോയത്? ഇതെന്തേ ക്രിസ്ത്യാനിക്ക് കിട്ടാതെ പോയത്? ഈ ബുദ്ധി ഇത് യഹൂദന് കിട്ടിയത് എന്തുകൊണ്ടാ? ദൈവം തന്റെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ കാലഘട്ടത്തിന് ഒത്തവണ്ണം യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. കാട്ടറബികൾ ഇപ്പോഴും വാളും പരിചയം വെച്ചുകൊണ്ട് തള്ളാകു കുക്കുംബർ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിറന്ന് അന്നും ചെയ്തതുപോലെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ഒരു കാട്ടറബിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പാട്ടിട്ട് ഡാൻസ് കളിച്ചപ്പോൾ അയ്യോ പാട്ട് ഹറാമാണ്, പാട്ട് വേണ്ട എന്ന് പറഞ്ഞ ബസ്സിനകത്തിരുന്ന് പാട്ടിട്ടിരിക്കുക. ബസ്സിനകത്ത് പാട്ടിട്ട് അവന്മാരുടെ നബിദിനത്തിന്റെ എന്തോ ഒരു പാട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. ഉടനെ ഇവന്മാർ പറഞ്ഞു പാട്ടിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച്, പാട്ട് ഹറാമാണ്. അതെന്തുകൊണ്ട് ഹറാമെന്ന് വെച്ചാൽ പറഞ്ഞു അത് മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ പാട്ടും കൂത്തൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഹറാമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ ബസ്സിൽ നിന്ന് എല്ലാവരെയും ഇറക്കി വിട്ടിട്ട് പറഞ്ഞു മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ബസ്സും ഇല്ലായിരുന്നു, അതുകൊണ്ട് എല്ലാവന്മാരും കഴുതയ്ക്കകത്തും ഒട്ടകത്തിനകത്തും കയറി പോയിനടാ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. ഇതുപോലെ വേണം ഈ ഊളകളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. മുഹമ്മദ് കാമഭ്രാന്തന്റെ കാലത്ത് ജീവിക്കുന്നതൊക്കെ ജീവിക്കണമെങ്കിൽ കക്കൂസി പോയിട്ട് അതിനാ ദൂറുന്ന 3 കല്ലെടുത്തോണ്ട് പോയിട്ട് ഏതെങ്കിലും പറമ്പിൽ പോയി ദൂറിയിട്ട് കല്ല് വെച്ച് വരച്ചങ്ങ് തുടച്ചാ പോരെ? വിവരം കെട്ടവന്മാരെ, ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഈ മുഹമ്മദ് 72 ഹൂറികളെ പോയിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ളവരെ എല്ലാം കൊന്നൊടുക്കാൻ വേണ്ടി തള്ളാക്കും കുക്കുംബറും പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഇറങ്ങി നടക്കുക. ഒരു സമാധാനവും കൊടുക്കുന്നില്ല. ഇതൊക്കെ എരുന്ന് വാങ്ങിച്ചതല്ലേ? ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു എരുന്ന് വാങ്ങിച്ചതല്ലേ? ഇസ്രായേൽ മിണ്ടാതെ ഇരുന്നതല്ലേ? ഒക്ടോബർ 7-ാം തീയതി അടുക്കുകയാണ്. ഇസ്രായേലിന്റെ ദേഷ്യം എന്തുമാത്രം ഇരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒക്ടോബർ 7-ാം തീയതി അടുക്കാൻ പോകുകയാണ്, 1 വർഷമാകാൻ പോകുകയാണ്. ചുമ്മാതിരുന്ന ഇസ്രായേലിനെ കയറി അങ്ങ് ചൊറിഞ്ഞു കൊടുത്തിട്ട് ഹമാസ് പോരാളികൾ എന്തുവായിരുന്നു മീഡിയ വണ്ണും ഏഷ്യാനെറ്റും വാർത്താ ചാനലുകളെല്ലാം പറഞ്ഞു കൂപ്പിയത്, ഇസ്രായേലിന്റെ അയൺ ഡോം എന്തിയേ, ഇസ്രായേലിന്റെ മൊസാദ് എന്തിയേ, ഇസ്രായേലിന്റെ കുസാദ് എന്തിയേ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറച്ചവന്മാരെല്ലാം ഇന്ന് എങ്ങനെ ഇരുന്ന് മോങ്ങണമെന്നറിയാതെ പാടുപിടിക്കുക. മാധ്യമങ്ങൾ പോലും വാർത്തകൾ കൊടുക്കാതെ എങ്ങനെ ഇരുന്ന് പോലും അറിയാതെ കിടന്ന് പാടുപെടുക. വാർത്തകൾ പോലും കൊടുക്കാൻ പേടിയും നാണക്കേടുമായിട്ടിരിക്കുക മാധ്യമങ്ങൾക്ക് വേണ്ടി. കരഞ്ഞ് നിലവിളിക്കണ്ടേ? ഏത് രീതിയിൽ കരയണമെന്ന് പോലും അറിയാതെ ഏത് രീതിയിൽ പോലും ഷക്കീർ എന്നെ കിട്ടിയതൊന്നും പോരേടാ ഷക്കീറെ. ഷക്കീർ എന്നെ കിട്ടിയതൊന്നും പോരെ നിനക്കൊന്നും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിമ്മി TS അത് തന്നെ ചൊറിയുന്നു മേടിക്കുന്നു. എനിക്കറിയത്തില്ല ഈ ഊളകൾക്ക് എന്നാണ് ഈ ബുദ്ധി വരുന്നതെന്ന് പറഞ്ഞിട്ട്. ചൊറിയുന്നു മേടിക്കുന്നു. എടാ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞാലും മിണ്ടാതിരിക്കത്തില്ല. അവൻ ഇവിടുന്ന് മേടിക്കാൻ വന്നത്. അതെ ഷക്കീർ എന്നേക്ക് ഇവിടുന്ന് മേടിക്കാൻ. എടാ ഹമാസ് തീവ്രവാദികളും ഹിസ്ബുള്ള തീവ്രവാദികളും കൊണ്ട് അടി പോരെ, ഇനി നിനക്കും കൂടി വിട്ടണമോ? ഉമ്മേനെയും പെങ്ങളെയൊക്കെ എയറിലോട്ട് കയറ്റണോ ഞാൻ? സമയം വെറുതെ മെനക്കെടുത്താതെ പോയിനടാ വിവരം കെട്ടവന്മാരെ. ചൊറിയിന്ന് മേടിക്കുന്നു. ഇതെന്തൊരു ഇതായി മാറിയിരിക്കുവാ നിങ്ങൾക്ക്? ഇപ്പൊ കരച്ചിലൊന്നുമില്ല. മീഡിയ വണ്ണിന്റെ അടുപ്പ് കൂട്ടി ചർച്ചയ്ക്കകത്ത് ലാപ്ടോപ്പ് പോലും ഇല്ലെന്നുള്ള. പണ്ട് ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ടാ ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എപ്പോഴാ പൊട്ടിത്തെറിക്കൂന്ന് പോലും അറിയാതുകൊണ്ട് അടുപ്പൂട്ടി ചർച്ച ലാപ്ടോപ്പ് പോലും ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ കാര്യം പറയുക, സുഡാപ്പികളെല്ലാം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വിവരം എങ്ങനെയെങ്കിലും അറിയണമല്ലോ. ലൈവിലിരുന്നു കൊണ്ട് റീന പറയുന്നത് പോലെ വരത്തില്ലല്ലോ. കാണുന്നുണ്ടോ? പാലസ്തീൻ കുഞ്ഞുങ്ങൾ കണ്ടോ? പാലസ്തീൻ ചിരിക്കാതെ നിങ്ങൾ ഉറങ്ങത്തില്ലെന്നല്ലേ പറയാം. ഇപ്പൊ പാലസ്തീൻ ചിരിച്ചോണ്ടിരിക്കുക. ഇനിയെങ്കിലും കിടന്ന് ഉറങ്ങിനടാ വിവരം കെട്ടവന്മാരെ. ഇത് ഈ കാണുന്നുണ്ടോ? പാലസ്തീന്റെ കുഞ്ഞുങ്ങളാ ഇതെല്ലാം. എനിക്കൊരു സുഖം, പാലസ്തീന്റെ അതിർത്തിയിൽ ഇരുന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് ഈ ലൈവ് ഇടാൻ പറ്റുന്ന ഒരു ഭാഗ്യമേ, ഒരു 1.5 ഭാഗ്യമാണെന്നാണ് ഈ പറയാം.
ആലോചിച്ചൊക്കെ പാലിഷീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്നിട്ട് ഒരുത്തന്നെയും വീടിൻ്റെ വെളിയിലൊന്നും കാണുന്നില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അടി കൊണ്ട് ചാകാൻ വേണ്ടി ജനിച്ച ജന്മങ്ങളായിട്ട് ഇവന്മാർ മാറിയത് എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയുന്നില്ല. മുഹമ്മദ് കാമഭ്രാന്തൻ്റെ കാലത്തെ തൂറാൻ്റെ പുസ്തകവും എടുത്തു വെച്ച് വായിച്ചാൽ തോറും നിങ്ങൾ മന്ദബുദ്ധിയാകത്തേ ഉള്ളൂ. അതൊക്കെ പഠിക്കാൻ വേണ്ടി മദ്രസയിലൊക്കെ പോയാൽ ആ സമയത്ത് വിദ്യാഭ്യാസം പടീനടാ പോയിരുന്ന് വിവരം കെട്ടവന്മാരെ. മദ്രസയിൽ പോയിരുന്ന തൂറാന്റെ പുസ്തകം വായിച്ച് നീയൊക്കെ വെറും മരക്കഴുതകളായി മാറുന്നതിനേക്കാളും നല്ലത് പോയിരുന്ന് വിദ്യാഭ്യാസം നേടിയിട്ട്, അതും ഇപ്പൊ വിദ്യാഭ്യാസം നേടുന്നത് എന്തിനാണെന്നറിയാമോ? ആ തൂറാന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസം കൊണ്ടെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ, ജിഹാദ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞിട്ടാ വിദ്യാഭ്യാസം നേടുന്നത്. ഡോക്ടർമാരിപ്പോ ജിഹാദികളായി മാറുകയാണ്, എഞ്ചിനീയർമാർ ജിഹാദികളായി മാറുകയാണ്, നഴ്സുമാരും ജിഹാദികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ തുപ്പൽ ജിഹാദ് കണ്ട് ഞെട്ടിയിരിക്കുക. കേരളത്തിലെ തുപ്പൽ ജിഹാദും ഞാൻ വരുന്നുണ്ട് ഒരു ലൈക്ക്. ജാക്കൊക്കെ നമുക്ക് പിന്നീട് വേറെ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്നിട്ട് നമുക്ക് സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടുന്നുണ്ട്, നമുക്ക് ഇത് ഇടാം. തുപ്പൽ ജിഹാദ് തുപ്പി വെക്കുകയാ. ഒരു ചെറിയ പൂക്കളിനകത്ത് വരെ തുപ്പി വെച്ചിട്ട് കൊടുക്കുക. അമ്പലത്തിൽ പോകുന്ന പൂക്കളിനാ. നിങ്ങൾ അമ്പലത്തിൽ കൊടുക്കുന്ന പൂക്കളിനകത്ത് തുപ്പി വെക്കുക പ്രിയ സഹോദരങ്ങളെ. ഇവന്മാര് ദയവ് ചെയ്ത് നിങ്ങളുടെ സമൂഹം പോകുന്ന പോക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അമ്പലത്തിൽ കൊടുക്കാൻ വെച്ചിരുന്ന പൂവിനകത്ത് തുപ്പി കഴിഞ്ഞ ദിവസം ഒരു ജ്യൂസ് കടയ്ക്കകത്ത്, ഹൈദരാബാദിലാണെന്ന് തോന്നുന്നു, ഒരു ജ്യൂസ് കടയ്ക്കകത്ത് മൂത്രം ലിറ്റർ കണക്ക് ഒഴിച്ച് കന്നാസിൽ വെച്ചിരിക്കുന്നു. ആ മൂത്രമാണ് ഇവന്മാരെന്ത് ചെയ്യുന്നത്, ജ്യൂസിനകത്ത് കലക്കുന്നത്. അങ്ങനെ 4 എണ്ണത്തിന് പിടിച്ചു. നാട്ടുകാരൊക്കെ എടുത്തിട്ട് ചമ്മന്തിപ്പരുവാക്കി കൊടുത്തു. പോരാത്തതിന് ഇപ്പോൾ പോലീസും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. മൂത്രമാണ് ഇവന്മാർ വെക്കുന്നത്. നിങ്ങൾ വല്ല കടകളിലൊക്കെ ഇവന്മാരുടെ കടയിൽ പോയിരുന്ന് തിന്നുന്നതും കുടിക്കുന്നതും ഒക്കെ ഒന്ന് ഓർത്തിട്ട് ചെയ്യുന്ന. ഇവന്മാർക്ക് ഒരു വഴിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറൊരു വഴി ജിഹാദ് ചെയ്തിരിക്കും. അത് അങ്ങനെയാണ്. നന്നാക്കാൻ പറ്റുമോ? ഈ 300 കോടി എണ്ണത്തിനെ നന്നാക്കാൻ പറ്റുമോ ഇവന്മാര് ഈ ലോകത്ത്? ഒരിടത്ത് എവിടെയെങ്കിലും ഒക്കെ കുറെ എണ്ണങ്ങൾ ചിലപ്പം ചിന്തിക്കുമായിരിക്കും, നമുക്കിതൊന്നും വേണ്ട, നമ്മുടെ കാലത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാമെന്നൊക്കെ കുറെ എണ്ണങ്ങളൊക്കെ ചിന്തിക്കുമായിരിക്കും. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? ബാക്കിയുള്ള ഈ തീവ്രവാദി കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഈ മതഭ്രാന്ത് മൂത്തവന്മാർ ഇതുപോലെ അവിടെവിടങ്ങളിൽ എണ്ണീറ്റ് വരും. ഇവന്മാരെ വളരാൻ വിടുന്നത് ആരാണ്? ഈ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മൗനം പാലിച്ചുകൊണ്ട് ഇവന്മാരുടെ വൃത്തികെട്ട ജിഹാദുകളെ എന്ത് ചെയ്യുക, അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ട്. ഇതിനെതിരെയൊക്കെ പ്രതികരിക്കാൻ ഇസ്ലാം വർഗം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ തീരത്തില്ല. ഒരുത്തിനെങ്കിൽ നമ്മളെ കൊണ്ടേ ചെയ്യാൻ പറ്റുന്നില്ല. അവരെങ്കിലും ചെയ്തിട്ട് പോട്ടെ, ഇത് എന്തുവാ തള്ളാഹുവിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ ആശ്വസിച്ച് മറയുക. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ ജീവിക്കുക. കേരളത്തിലാണെങ്കിലും ഇന്ത്യക്കകത്താണെങ്കിലും എവിടെയാണെങ്കിലും. ഇസ്രായേൽ ആയതുകൊണ്ട് ഞാൻ സമാധാനത്തിലാണ്. കോഷർ ഫുഡാണ് ഇസ്രായേലിൽ. അതായത് യഹൂദന്മാരുടെ മാത്രമായിട്ടുള്ള വളരെ ചെക്കിങ് ചെയ്ത് വളരെ ഇസ്രായേലിന്റെ കോഷർ എന്ന് പറയുന്നതും ഇവന്മാരുടെ ഹലാൽ എന്ന് പറയുന്നതിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇസ്രായേൽ കോഷർ ഫുഡാണ് കൊടുക്കുന്നത്. ഇസ്രായേലിന്റെ കോഷറിന്റെ പ്രത്യേകതയും ഇവന്മാരുടെ എന്താ പറയുന്ന ചെക്കിങ്ങും ഹലാലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇവന്മാര് ഹലാൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി തള്ളാഹുവിന്റെ ബിസ്മി പറഞ്ഞ് നാട്ടുകാരെ എല്ലാം അവന്റെ തള്ളാഹുവിന്റെ നാമം പറഞ്ഞുള്ള ഫുഡ് തീറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാര് ഹലാൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് പറയും അനുവദനീയം എന്നങ്ങ് പറയും, തള്ളി മറയ്ക്കും. പക്ഷേ ഇസ്രായേലിന്റെ കോഷറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇസ്രായേലുകൾക്ക് ഈ ഈ പുഴു, ഈ ഈച്ച, പുഴു ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല. ഈ ഫുഡിനകത്തൊന്നും വരാൻ പാടില്ല. അത് അവരുടെ നിയമമാണ്. അവർക്ക് പറ്റില്ല അങ്ങനെ കഴിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൽ ഏത് പ്രോഡക്റ്റും കോഷറാണ്. അതുകൊണ്ട് അവർ വളരെ ചെക്ക് ചെയ്യും. പന്നിയിറച്ചിയുടെ കൊഴുപ്പോ ഒന്നും തന്നെ ഇവർക്ക് ഇസ്രായേലിൽ വരാൻ പാടില്ല. അത് അവരുടെ നിയമമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇസ്രായേലിന് ഇന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് നിയമങ്ങളുണ്ട്. ആ നിയമത്തിന് പ്രകാരം അവരത് ചെക്ക് ചെയ്ത് വെരിഫിക്കേഷൻ വരുത്തിക്കൊണ്ട്, ഇപ്പോൾ നമ്മൾ മാവ് പൊടിപ്പിക്കുന്ന സമയത്ത് പൊടിപ്പിക്കുന്ന മില്ലിൽ നമ്മൾ 2-3 ദിവസം മാവിട്ട് പൊടിപ്പിക്കും. പക്ഷെ ഇസ്രായേലിൽ അങ്ങനെ പൊടിപ്പിക്കാൻ പറ്റില്ല. ഇസ്രായേൽ ഒരു പ്രാവശ്യം പൊടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളം ഒഴിച്ച് ആ മില്ല് കഴുകിയതിനു ശേഷം അത് ഉണങ്ങി ഡ്രൈ ചെയ്തതിന് ശേഷമേ അടുത്ത മാവ് പൊടിപ്പിച്ച് വരാൻ പറ്റത്തുള്ളൂ. ഒരു സ്റ്റോക്ക് തീർത്താൽ തീർത്തിരിക്കണം ഇസ്രായേൽ. അങ്ങനെയൊക്കെ ചെക്കിങ് ചെയ്തുള്ളതാണ് ഇസ്രായേലിന്റെ കോഷർ എന്ന് പറയുന്നത്. അല്ലാതെ ഇവന്മാർ തുപ്പിക്കൊടുക്കുന്ന സാധനമല്ല. ഇവന്മാരുടെ ഹലാൽ എന്ന് പറഞ്ഞാൽ തുപ്പി അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ പറയാൻ പോയാൽ ഒരുപാടുണ്ട് ഇവന്മാരുടെ കഥ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലെബനോണിൽ നടക്കുന്ന
ഈ മനോഹര കാര്യം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. ലെബനോൺ തീക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള അങ്ങ് തള്ളി മറയ്ക്കും, ഹിസ്ബുള്ള അങ്ങ് തീർത്ത് കളയും. കാരണം ഇവന്മാരും മനസ്സിൽ കാണുന്നതിന് മുമ്പ് ഇസ്രായേൽ അങ്ങ് മാനത്തിൽ കാണുന്നേ, അതാ വ്യത്യാസം. ഇവന്മാർ മനസ്സിൽ കണ്ടു വരുമ്പോൾ ഒരു സമയം എടുക്കും. അപ്പോഴത്തേക്കും ഇസ്രായേൽ അങ്ങ് മാനത്ത് കണ്ടിട്ട് കാര്യം മുന്നേ കൂട്ടിയേ അങ്ങ് ചെയ്തു വെക്കും. കാരണം ഇറാനെ കൂട്ടുപിടിച്ചാണല്ലോ ഹിസ്ബുള്ള ഇപ്പൊ വേലത്തരം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഇവന്മാരൊക്കെ ചിന്തിച്ച് സമയം ഒരിപ്പിച്ച് പണ്ട് 1967 യുദ്ധം 6 രാജ്യങ്ങളും കൂടി ചിന്തിച്ചും സൗദി അറേബ്യ ഉൾപ്പെടെ ഉണ്ട്, 10 രാജ്യങ്ങളെങ്ങാണ്ട ഇവന്മാർ പുറകെ നിന്ന് സപ്പോർട്ട് ചെയ്തവന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ 10 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ഇരുന്ന് ചിന്തിച്ചും ആലോചിച്ചും ഇസ്രായേലിനെ തീർക്കാൻ അവസരം കിട്ടിയത്. അങ്ങനെയാണ് ഇവന്മാർ യുദ്ധത്തിനൊക്കെ വന്നത്. അന്ന് എന്തായാലും ദൈവത്തിന്റെ കരുണയാൽ 6 ദിവസം കൊണ്ട് യുദ്ധം തീർക്കുകയും ഇസ്രായേലിനെ ദൈവം മടക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. യെരുശലേമിനെ ദൈവം വലിയൊരു അത്ഭുതം അന്ന് ചെയ്തു. പക്ഷെ ഇന്ന് ദൈവം പറഞ്ഞു, മക്കളെ ചിന്തിക്കാൻ പോലും ഈ വൃത്തികെട്ടവന്മാർക്ക് അവസരം കൊടുക്കരുത്. ഇസ്രായേൽ ചിന്തിക്കാൻ പോലും ഇവന്മാർക്ക് അവസരം കൊടുക്കരുത്. അതിനു മുമ്പേ വെച്ച് കാച്ചിക്കോ, അങ്ങോട്ട് തന്നെ വെച്ച് കയറി അങ്ങ് കൊടുത്തോ. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പേ, അതിർത്തിയിലോട്ട് കയറുന്നതിന് മുമ്പേ വെച്ച് കാച്ചി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ പേടിച്ചിരിക്കുക. ഇനിയിപ്പോൾ ഇസ്രായേലിന്റെ നേരെ വായ് തുറക്കാൻ പോലും അമേരിക്കയും ലണ്ടനും കുണ്ടനും ഒക്കെ പേടിക്കും. സൗത്ത് ആഫ്രിക്ക എങ്ങാണ്ട് എന്ത് ചെയ്യാൻ ലോക പോലീസിന് കേസ് കൊടുത്തു, ലോക കോടതിക്ക് അങ്ങ് കേസ് കൊടുത്തപ്പോഴത്തേക്കും മീഡിയ വണ്ണിരുന്ന് അങ്ങ് തള്ളി മറയ്ക്കുന്നത് കണ്ടായിരുന്നല്ലോ. ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് വന്നിട്ടുണ്ട്, ലോക കോടതി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഇങ്ങനെ. ഇവന്മാർക്ക് ലോക കോടതി എന്താണെന്ന് പോലും അറിയത്തില്ല. ഇസ്രായേൽ പറഞ്ഞു പാടാവില്ലേ എന്ന് പറഞ്ഞു. ഇസ്രായേൽ പറഞ്ഞു പോടാവില്ലേ, നീ നിന്റെ ഇഷ്ടത്തിന് നീ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യും, നീ പോടാവില്ലേ, ഞങ്ങളുടെ രാജ്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം തീരുമാനിക്കൂടാവില്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എല്ലാ മേഖലകളിലും. അഗ്രികൾച്ചറിലാകട്ടെ, എന്താ പറയുന്നത്, സാമ്പത്തിക നിലയിലാകട്ടെ, അല്ലാതെയുള്ള ടെക്നിക്കൽ പരമാകട്ടെ, എല്ലാ രീതിയിലും ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഒരു ചെറിയ രാജ്യമായിരുന്നാൽ പോലും ഒറ്റയ്ക്ക് അവർക്ക് ആ രാജ്യത്ത് നിൽക്കാനും ജീവിക്കാനുള്ള രീതിയുണ്ട്. പക്ഷെ മറ്റു ലോകരാജ്യങ്ങൾക്കോ ഇസ്രായേൽ ഇല്ലെങ്കിൽ എല്ലാവന്മാരും പോയില്ലേ? ഇസ്രായേൽ ഇല്ലെങ്കിൽ സകല സാമ്പത്തികവും ഇടിഞ്ഞു പോകത്തില്ലേ? ഇസ്രായേൽ ഇല്ലെങ്കിൽ വല്ല ടെക്നോളജിയും അവിടെ കാണുമോ? ബുദ്ധി വേണ്ടേ? ഇസ്രായേൽ ഇല്ലെങ്കിൽ മറ്റു ലോകരാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ല. പക്ഷെ മറ്റു ലോകരാജ്യങ്ങളില്ലെങ്കിൽ ഇസ്രായേലിന് നിലനിൽപ്പുണ്ട്. ഇസ്രായേലിലാണ് സകലരും കിടക്കുന്നത്, ഇസ്രായേലിലാണ് ബുദ്ധിജീവികളുള്ളത്, ഇസ്രായേലിലാണ് സകല ഫുഡാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും സകല ടെക്നോളജിയും. ഇന്ന് തുലുക്കന്മാരുടെ അറബ് രാജ്യങ്ങളിൽ മുഴുവനും ചെടിക്ക് വെള്ളം ഒഴിക്കാനുള്ള ടെക്നോളജി എവിടെ നിന്ന് കിട്ടി? ഇസ്രായേൽ ഇവിടുന്ന് യഹൂദന്മാർ പോയി അവിടെ കാണിച്ചു കൊടുത്തതാണ്. ഇവിടുന്ന് യഹൂദന്മാരുടെ കടമെടുത്ത് പഠിച്ച് ഇപ്പം യഹൂദന്മാരുടെ എന്ത് പറയുന്ന സിസ്റ്റത്തിന്റെ കീഴിൽ അതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇവന്റെ തള്ളാഹുവിന്റെ ഒരു ഇതുണ്ടല്ലോ, കബ. ഈ കാവയെ നിർത്തുന്നതാരാണ്? ഈ കാവ ഇപ്പോഴും നിൽക്കുന്നത്. എടാ, യഹൂദന്റെ അയണ്ടവും ഇല്ലെങ്കിൽ കാവ ആ കക്കൂസ് പൊളിഞ്ഞു പോകത്തില്ലേ? എടാ, കാവ ഷബീർ യൂസഫ് AK, നിങ്ങൾ ഇങ്ങനെ ചിരിക്കല്ലേ, നിങ്ങളുടെ പല്ലിന് ചെളി കെട്ടിക്കിടക്കുന്നു. ഷബീർ യൂസഫ് AK, നീ ഇങ്ങനെ പറഞ്ഞ് കരയല്ലേടാ ഷബീർ യൂസഫ് AK. അമ്മന്റെ തള്ളാഹുവിന്റെ കക്കൂസ് മുഴുവനും തീട്ടം നിറഞ്ഞു കിടക്കുകയാണല്ലോടാ ഷബീർ യൂസഫ് AK. നിന്റെ തലച്ചോറിനകത്ത് മുഴുവനും തീട്ടം പുഴുത്ത് കിടക്കുകയാണല്ലോ. തൂറാൻ വായിച്ച് മദ്രസയിൽ പോയിരുന്നു തൂറാൻ, അല്ലാതെ തൂറാൻ. തീട്ടത്തിൽ മുഴുകി കിടക്കുന്നവന്മാർ ജളിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ജളിയിലൊക്കെ നിന്ന് ചവിട്ടുന്ന സമയത്ത് ജളിയൊക്കെ പറ്റിയെന്നിരിക്കും. എന്റെ ഇളിപ്പ് കണ്ടിട്ട് നിനക്കെന്തുവാ? പല്ലിന് ക്ലിപ്പൊക്കെ നമുക്ക് പിന്നെ ഇടാം. ആദ്യം പോയി കവറടക്കം നടത്തും നീ പോയിട്ട്. ഹിസ്ബുള്ള തീവ്രവാദികളും ഹമാസ് തീവ്രവാദികളെല്ലാം മയ്യത്തായി കിടക്കുക. അവരുടെ കവറടക്കത്തിന് മുമ്പിൽ പോയിരുന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് വന്നിട്ട് നമുക്കത് പല്ലിന്റെ ക്ലിപ്പൊക്കെ പിന്നെ ഇടാം കേട്ടോ. അയ്യോ, മോങ്ങലിന്റെ വേറൊരു വെർഷൻ കണ്ടില്ലേ ഊളയ്ക്ക് വന്നിട്ട്? മോങ്ങലിന് വേറെ വെർഷൻ. നിന്നെ കാണുന്ന എല്ലാവർക്കും നീ കരയുകയാണെന്നുള്ളത് നല്ല വൃത്തിയാണ് മനസ്സിലാകുക. അതുകൊണ്ട് മക്കള് പോയിരുന്നു മാറിയിരുന്നങ്ങ് കര കേട്ടോ. നമുക്ക് പിന്നീട് നമുക്ക് പല്ലിലെ ചെളിയും മാറ്റി പല്ല് ക്ലിപ്പും ഒക്കെ നമുക്ക് പിന്നീട് ഇടാം. തൽക്കാലം നീ പോയിട്ട് കവറടക്കം നടത്തി അവിടെ കൂടെ പോയിരുന്ന് അങ്ങ് കരയാനുള്ള വഴി നോക്ക് ചെല്ലേ. ചിരിക്കാനുണ്ട് എന്തായാലും.
അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണടാ കുട്ടി 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 തള്ളാഹുവിന്റെ കക്കൂസിനകത്ത് ബഹളം കേൾക്കുന്നുണ്ട്. തള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരിക്കും, തള്ളാഹുവേ തള്ളാഹുവേ നമ്മന്റെ കോയമാരെല്ലാം ഖബറിൽ കിടക്കുകയാണ്, തള്ളാഹുവേ നിന്റെ വാക്ക് കേട്ടാണല്ലോ തള്ളാഹുവേ പോകാമെന്ന്. തള്ളാഹു പറയണേ, എന്തോന്ന്, എന്തിര്, ആര്, തള്ളാഹുവേ, തള്ളാഹു എന്തിനടേ ഡേ മുഹമ്മദ്, നീ വിളിച്ചായിരുന്നോടാ എന്നെ? തള്ളാഹു ഞാന് ദേ നമ്മന്റെ ആളുകളെല്ലാം ചത്തൊടുങ്ങുന്നു തള്ളാഹുവേ. എന്തോ കമ്പിളിപ്പതപ്പേ. അയ്യോ തള്ളാഹു കേൾക്കുന്നില്ല. അയ്യോ തള്ളാഹുവിന്റെ കോയമാരെല്ലാം ചത്തു കിടക്കുകയാണല്ലോ. കമ്പിളിപ്പതപ്പേ. തള്ളാഹുവിന്റെ ഷജി സി എം മാത്യുവിന്റെ കമന്റ് നിങ്ങൾ വായിച്ചോ? ഷബീറിന്റെ സാമാനം ക്ലിപ്പിട്ട് പൂട്ടാൻ പറയില്ലെങ്കിൽ കൂറിമാർത്തൊഴിച്ച് താഴെ കിട്ടും. പിള്ളേരെല്ലാം കമന്റ് ഇടാൻ പഠിച്ചു എന്തായാലും. അയ്യോ എന്തായാലും ഒരു തള്ളാകും കുഞ്ഞുങ്ങളൊക്കെ കൂടി ചേർന്ന് നമുക്ക് ചിരിക്കാൻ വകയായി. സത്യം പറഞ്ഞ കോമഡി പീസല്ലേ. ഇസ്രായേലിന് സീരിയസ് ആയിട്ട് ഇങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളതാ. ഒരു രാജ്യങ്ങൾ തമ്മിലൊക്കെ ആണെങ്കിൽ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ കോമഡി പീസുകളോട് എന്തുവാ പറയുന്നത്? അത് ചിലവന്മാരുടെ കമന്റുകൾ കാണുമ്പോഴും അതുപോലെ എനിക്കും ഫീൽ ചെയ്യാറുള്ളത്. സീരിയസ് ആയിട്ട് കമന്റ് ഇടുന്ന ആണുങ്ങളടുത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലൊക്കെ കമന്റ് ഇട്ട് നിൽക്കാമായിരുന്നു. ഈ ഊളകളായിട്ട് പെൺകോന്തന്മാരായിട്ടൊക്കെ ഇരിക്കുന്നവന്മാർ വന്ന് കമന്റ് ഇടുന്ന സമയത്തേ മരക്കഴുതകൾ. എനിക്ക് കഴിഞ്ഞ എൽദോ കുര്യാക്കോസ് എന്ന് പറഞ്ഞൊരു ചെറ്റ വന്നില്ലേ, അയ്യോ എന്റെ ദൈവമേ, അത് വെറും ഒരു പെൺകോന്ത, ഒരു ചാന്ത് പൊട്ട്. അതിൻ്റെ അടുത്തൊക്കെ കമന്റ് ഇടുമ്പോഴുള്ള മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതെ ഇവന്മാർക്ക് 20 ചട്ടി മിക്കവാറും ഓർഡർ കൊടുക്കേണ്ടി വരും. എന്തായാലും പ്രിയ സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷമുണ്ട്. ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട്, ഒരു യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട്, സാധാരണ എല്ലാവരും യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് എന്താ ചെയ്യുന്നത്? അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ, ഓടിവായോ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള വഴിയില്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കും യുദ്ധഭൂമിയിൽ ഇരുന്നുകൊണ്ട്. സത്യത്തിൽ ഞാൻ യുദ്ധഭൂമിയിലൊക്കെ ഇരുന്നുകൊണ്ട് ചിരിച്ച് ജാളിയായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആ മനോഹര കാഴ്ച എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പരിപാലകന്റെ തണലിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. ഇസ്രായേലിന്റെ ടെക്നോളജി എത്ര വളർന്നാലും അതിനൊക്കെ കരുത്തും ബലവും അതിനുള്ള ബുദ്ധിയും വൈഫവും ഒക്കെ ദൈവം കൊടുത്തത് കൊണ്ട് ആ ജനം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നതിന്, എന്നെയും ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി. അപ്പോൾ നമ്മുടെ ഊനാലും മകളിച്ചയിലും ഒക്കെ നമ്മൾ കയറി ഒന്ന് സന്തോഷിച്ച് ഇറങ്ങി. ഇത് കുഞ്ഞു മകളിച്ചയായി പോയല്ലോ കർത്താവേ. ഇത് ചെറുതായിപ്പോയി, കുറച്ച് വലുതൊക്കെ ആയിരുന്നെങ്കിൽ. വെയ്യാനിക്കർ ലോലി ഫഹദ് വെയ്യാനിക്കർ ലോലി. ഇത് അപ്പുറത്തുണ്ട് ഒരു പാർക്കിൽ, വരണം, വലുതരണം. അയ്യോ എന്റെ കരൺ, ഇത് പോയോ എന്റെ വെട്ടം? അയ്യോ ബാറ്ററി തീർന്നു. ബാറ്ററി തീർന്നു. എവിടെടാ? തീർന്നു, ബാറ്ററി തീർന്നു. വെട്ടവും വെളിച്ചവും കുറവാണല്ലോ. നോക്കട്ടെ, തണലിൽ പോയി നിന്നിട്ട് നോക്കാം. ബാറ്ററി തീരാറായി.
അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ബാറ്ററി തീർന്നു, ഇപ്പം സ്വിച്ച് ഓഫ് ആകും. അപ്പോൾ എല്ലാവർക്കും ലഹിത്രോത്ത്. ഞാൻ കുറച്ചുകൂടി മകളിച്ചയിലേക്ക് കളിച്ച് സന്തോഷിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ഫുഡ് കഴിക്കാനുണ്ട്. ഇന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ്. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവർക്കും ലഹിത്രോത്ത്.